ഇതേ ഈ ഒരു ഒറ്റ കറി ഉണ്ടെങ്കിൽ ദോശയുടെ കൂടെ സാമ്പാറോ ചമ്മന്തിയോ ഒന്നും വേണ്ട, ഈ ഒരു കറി മാത്രം മതി. നല്ല ടേസ്റ്റാണ്. കുറച്ച് സാധനങ്ങൾ കൊണ്ട് നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി. വേണ്ടത് ഒരു സവാള, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് ഒരല്പം ഉപ്പുകൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി ഒരു ചട്ടി ചൂടായി കഴിയുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുകും ഒരു നുള്ള് ജീരകവും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴന്നു കഴിയുമ്പോൾ സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു സവാള അത് നീളത്തിലാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു 4-5 മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കണം. നാലഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ സവാള അത്യാവശ്യം നമുക്ക് വേണ്ട അത്രയും വാടി കിട്ടും. ഇനി അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയാണ് ചേർക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി ആ തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടണം. അതുവരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. മൺചട്ടിയിൽ ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇത് വാട്ടിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചട്ടി ഏതാണോ അതിനനുസരിച്ച് ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. ഇനി ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ്. ഞാനിപ്പോൾ 5 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലിതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് വേവിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഞാനിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത്. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഉപ്പിട്ട് വേവിച്ച് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പ്രഷർ കുക്കറിലോ അല്ലാതെയോ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുത്താൽ പിന്നെ 2 മിനിറ്റ് ഒന്ന് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടെല്ലാം മിക്സായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ആ ഉരുളക്കിഴങ്ങ് വേവിച്ച ആ പാത്രത്തിൽ തന്നെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഈ ഫ്ലെയിം ഒന്ന് ഹൈയാക്കി വയ്ക്കുക. ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി ആവശ്യമുണ്ട്. അത് 1 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ കടലപ്പൊടി ഇതിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കട്ടയില്ലാത്ത രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി തിളയ്ക്കുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ ആദ്യം കുറച്ച് സമയം ഇങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കിയതിന് ശേഷം തിളച്ച് കഴിയുമ്പോൾ പിന്നെ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കുകയോ അതല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താലും മതി. ഈ അളവിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 6 ദോശയ്ക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇതിന് കുറച്ചുകൂടെ ഗ്രേവി വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കടലപ്പൊടിക്ക് പകരം 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ട് 1.5 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കറി നന്നായിട്ട് വെട്ടി തിളച്ച് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചതച്ച കുരുമുളകാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് ഒരല്പം കൂടെ ആവശ്യമുള്ളതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ദോശയ്ക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ ഒരല്പം കുറുകലോട് കൂടിയ കറിയാണിത്. കറി റെഡിയായി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചേർക്കുന്നത് ഒരല്പം കായപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ നിറച്ച് വേണ്ട, ആ ഒരളവിൽ കായപ്പൊടിയോടെ ചേർത്തിട്ട് നമുക്കിത് ചൂടോടെ വിളമ്പാവുന്നതാണ്. ഈ തക്കാളിക്ക് ചെറിയ പുളി ഉള്ളതുകൊണ്ട് ഞാൻ ഒരു നുള്ള് പഞ്ചസാര കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട്. ആ പുളിയുടെ ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. ഇത് നല്ല എളുപ്പത്തിലുണ്ടാക്കാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഉരുളക്കിഴങ്ങ്, തക്കാളി, സവാള ചേർത്തിട്ടുള്ള ഈ കറി ഇടയ്ക്കൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്